നമുക്കിനി കാലാവസ്ഥാ വിവരങ്ങൾ നോക്കാം. മഴ പെയ്യുമോ പെയ്യാതിരിക്കുമോ എന്നുള്ളതൊക്കെ അറിയാം. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ വേനൽ മഴ തുടരും. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ബംഗാൾ ഉൾക്കടലിൽ 48 മണിക്കൂറിന്റെ ന്യൂനമർദ്ദ സാധ്യത. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനു കൂടി സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. സ്വാന്തന സാജു ഉണ്ട് വിവരങ്ങൾ നൽകാൻ. സ്വാന്തന, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നും പുറത്തിറങ്ങുമ്പോൾ കുടയെടുക്കണം, മഴ പ്രതീക്ഷിക്കണം അല്ലേ? അതെ ഷിഹാസ്, അതെ റോഷ്നി, അങ്ങനെ തന്നെയാണ്. മഴ ഉള്ള ദിവസങ്ങളിൽ തന്നെയാണ് നമ്മളിപ്പോഴും കടന്നു പോകുന്നത്. ഔദ്യോഗികമായി നമ്മളിപ്പോഴും വേനൽക്കാലത്ത് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ വേനലിന്റെ ആ കാഠിന്യമേറിയ ചൂടൊക്കെ ഇപ്പോൾ എന്തായാലും മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കാലാവസ്ഥാ വകുപ്പും അത് വ്യക്തമാക്കിയതാണ്. വരും ദിവസങ്ങളിൽ എന്തായാലും മഴ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് നിലവിലെ മുന്നറിയിപ്പ്. ഇന്നിപ്പോൾ 3 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഒന്ന് കൊല്ലം ജില്ലയിലും മറ്റൊന്ന് പത്തനംതിട്ട ജില്ലയിലും ആലപ്പുഴയിലുമാണ് മുന്നറിയിപ്പുള്ളത്. വരും ദിവസങ്ങളിലും തെക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലും വ്യാപകമായി തന്നെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നാണ് നിലവിലിപ്പോൾ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദ സാധ്യത നിലവിൽ കാണുന്നുണ്ട്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ തമിഴ്നാടിന് മുകളിലായി ഒരു ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെയൊക്കെ സ്വാധീന ഫലമായിട്ടാണ് നിലവിൽ എന്തായാലും മഴ ലഭിക്കുന്നത്. ഇനിയിപ്പോൾ ന്യൂനമർദ്ദം കൂടി രൂപപ്പെടുകയാണെങ്കിൽ അതിന്റെ ഒരു സ്വാധീനം കൂടി മഴയ്ക്കുണ്ടാകും. ഇപ്പോൾ മഴ ശക്തമാകുമെന്ന് തന്നെയാണ്. ഒരു കാലവർഷത്തിൽ ലഭിക്കുന്ന മഴ പോലെ ആയിരിക്കില്ല, മറിച്ച് എല്ലാ ഇടങ്ങളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് നിലവിൽ പ്രവചിച്ചിരിക്കുന്നത്. മഴ മാത്രമല്ല, 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനുള്ള സാധ്യതയും അതുപോലെ തന്നെ വേനൽ മഴയായതുകൊണ്ട് ഇടിമിന്നലിനുള്ള സാധ്യതയും ഉണ്ട് എന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജാഗ്രത കൂടി പൊതുജനങ്ങൾ പാലിക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് നിലവിലിപ്പോൾ പുറത്തുവരുന്നത്. ശരി, സ്വാന്തനയാണ് വിവരങ്ങൾ നൽകിയത്.